നമസ്കാരം. ഇന്ത്യയിലെ റിലയൻസ് ജിയോ വരിക്കാർക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന 2 പ്രീപെയ്ഡ് പ്ലാനുകളുടെ വാലിഡിറ്റിയിൽ ജിയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജിയോയുടെ ഡാറ്റ പ്രീപെയ്ഡ് പ്ലാനുകളിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരുന്ന 19 രൂപ, 29 രൂപ പ്രീപെയ്ഡ് ഡാറ്റ പ്ലാനുകളുടെ വാലിഡിറ്റിയാണ് പുതുക്കിയിരിക്കുന്നത്. ജിയോ വരിക്കാർക്ക് അവരുടെ ചെറിയ അളവിലുള്ള ഡാറ്റ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറെ സഹായകമായിരുന്ന പ്ലാനുകളാണ് ഇവ രണ്ടും. ജൂലൈയിൽ താരിഫ് നിരക്ക് വർധന നടപ്പിലാക്കിയപ്പോഴാണ് ഈ 2 പ്ലാനുകളും ജിയോ അവതരിപ്പിച്ചത്. കുറഞ്ഞ ദൈർഘ്യമുള്ള അധിക ഡാറ്റ പ്ലാനുകൾ എന്ന നിലയിൽ ഉപയോക്താക്കൾക്ക് ഏറെ സ്വീകാര്യമായ ഈ പാക്കേജുകളിൽ വന്ന മാറ്റം ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉപയോക്താക്കളിൽ നിന്ന് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള ജിയോയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട് പലതും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ പുതുവർഷത്തിന് മുമ്പ് തന്നെ ഈ വലിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. 19 രൂപ, 29 രൂപ അഫോർഡബിൾ പ്ലാനുകളുടെ വാലിഡിറ്റിയാണ് ജിയോ തിരുത്തിയിരിക്കുന്നത്. ഈ 2 പ്ലാനുകളും റീചാർജ് ചെയ്യുന്നവർക്ക് ബേസിക് പ്ലാനിന്റെ വാലിഡിറ്റി തീരും വരെ നേരത്തെ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അതായത് 70 ദിവസം വാലിഡിറ്റിയുള്ള ബേസിക് ഡാറ്റ പ്ലാനാണ് ഒരു ജിയോ ഉപയോക്താവ് ഉപയോഗിക്കുന്നതെങ്കിൽ 19 രൂപയുടെയോ 29 രൂപയുടെയോ അധിക ഡാറ്റ വൗച്ചർ അതിന്റെ ഡാറ്റ പരിധി അവസാനിക്കുന്നത് വരെയോ അല്ലെങ്കിൽ 70 ദിവസം തികയുന്നത് വരെയോ ഉപയോഗിക്കാൻ ഇതുവരെ ഉപയോക്താവിന് അവസരമുണ്ടായിരുന്നു. എന്നാൽ ജിയോയുടെ പുതിയ പോളിസി പ്രകാരം 19 രൂപ റീചാർജ് പ്ലാനിന് ഒരു ദിവസം മാത്രമേ വാലിഡിറ്റി ലഭിക്കുകയുള്ളൂ. സമാനമായി 29 രൂപ റീചാർജ് പ്ലാനിന്റെ വാലിഡിറ്റി 2 ദിവസമായും റിലയൻസ് ജിയോ ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ആക്റ്റീവ് പ്ലാനിന്റെ അതേ കാലയളവിലേക്ക് നേരത്തെ 29 രൂപ അധിക ഡാറ്റ വൗച്ചറിനും വാലിഡിറ്റി ജിയോ നൽകുന്നുണ്ടായിരുന്നു. പുതിയ മാറ്റത്തോടെ ഡാറ്റ പൂർണ്ണമായും ഉപയോഗിച്ചില്ലെങ്കിലും വാലിഡിറ്റി അവസാനിച്ചാൽ വീണ്ടും ഡാറ്റയ്ക്കായി റീചാർജ് ചെയ്യേണ്ടി വരും. ഉപയോക്താക്കളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ജിയോയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. ജിയോയുടെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഡാറ്റ പ്ലാൻ എത്തുന്നത് 11 രൂപ നിരക്കിലാണ്. 1 മണിക്കൂറാണ് ഈ ജിയോ ഡാറ്റ പ്ലാനിന്റെ വാലിഡിറ്റി. 10 GB ഹൈസ്പീഡ് ഡാറ്റയാണ് 11 രൂപയുടെ പ്ലാനിൽ ജിയോ വാഗ്ദാനം ചെയ്യുന്നത്. കുറച്ചു സമയത്തേക്ക് ഒരുപാട് ഡാറ്റ ആവശ്യമുള്ളവർക്ക് ഈ പ്ലാൻ അനുയോജ്യമാണ്. അതേസമയം കുറഞ്ഞ നിരക്കിലുള്ള 2 ഡാറ്റ പ്ലാനുകളുടെ വാലിഡിറ്റി ജിയോ വെട്ടിക്കുറച്ചത് വരിക്കാർക്ക് തിരിച്ചടിയാണ്. ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർദ്ധിച്ചെങ്കിലും ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് ജിയോ തന്നെയായിരുന്നു. ഇതുവരെ ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ വരിക്കാർ ജിയോ കണക്ഷൻ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായി. അതിനിടയിൽ ഇത്തരം മാറ്റങ്ങൾ ജിയോ വീണ്ടും കൊണ്ടുവരുന്നത് വരിക്കാരുടെ പ്രതിഷേധം കൂട്ടാൻ ഇടയാക്കിയേക്കും.